വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ച ആഹാനെയും കുടുംബാംഗങ്ങളെയും അവരിൽ നിന്ന് പിടിച്ചെടുത്ത സമസ്ത വസ്തുക്കളും ആഘോർ താഴ്വരയിലിട്ട് കത്തിച്ച് ചാമ്പലാക്കി അവരെയെല്ലാം കല്ലെറിയുകയും ചെയ്തു കർത്താവിൻ്റെ ഉഗ്രകോപം ശമിപ്പിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജോഷുവ 30,000-ഓളം യോദ്ധാക്കളെ നിയോഗിച്ച് ആയി പട്ടണം കീഴടക്കി. അവിടെ മുഴുവൻ അഗ്നിക്കിരയാക്കി ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. ജോഷുവ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായതും സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിലവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. എഴുതിയ നിയമത്തിൻ്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു. ജോഷുവ 8-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ജെറീക്കോയോടും ആയപ്പട്ടണത്തോടും ജോഷുവ ചെയ്തതറിഞ്ഞപ്പോൾ ഹിത്യരും അമോര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരും ജോഷുവയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് കൂടി. എന്നാൽ ഗിബയോൻ നിവാസികൾ ഒരു ചതി ചെയ്തു. അവർ വിദൂരദേശത്തു നിന്നുള്ളവരാണ്, അവർക്കൊരു സമാധാന ഉടമ്പടിയും സഹായങ്ങളും ചെയ്യണമെന്ന് അപേക്ഷിച്ച് അവർ യഥാർത്ഥത്തിൽ ആ പരിസരത്തിൽ നിന്നുള്ളവരാണെന്ന് അറിയാതെ അവരെ വിശ്വസിച്ച ജോഷുവ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു. യഥാർത്ഥ സ്ഥിതി പിന്നീട് മനസ്സിലാക്കിയപ്പോൾ ജോഷുവ അവരെ ചോദ്യം ചെയ്തു. അവർ ജോഷുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരാമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തുപോയി. ജോഷുവ 9-ാം അധ്യായം 24-ാം തിരുവചനം. ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനു വേണ്ടി വിറകുവെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.